നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കണ്ണൂരിൽ വീണ്ടും കൊലപാതകം. പയ്യന്നൂർ പാലക്കോട് BJP പ്രവർത്തകനെ വെട്ടിക്കൊന്നു. കൊല്ലപ്പെട്ടത് ധൻരാജ് വധക്കേസിലെ 12ാം പ്രതി കക്കമ്പാറ സ്വദേശി ബിജു. ജില്ലയിൽ നാളെ BJP ഹർത്താൽ. മുഖ്യമന്ത്രി ഇടപെടണമെന്ന് കുമ്മനം രാജശേഖരൻ. CPM-ന് പങ്കില്ലെന്ന് P. ജയരാജൻ. മുത്തലാഖിനെതിരെ കടുത്ത വിമർശവുമായി സുപ്രീം കോടതി. മുത്തലാഖ് ഏറ്റവും നീചമായ വിവാഹമോചന രീതി, വധശിക്ഷയ്ക്ക് തുല്യം. ദൈവത്തിന്റെ കണ്ണിൽ പാപമെങ്കിൽ മുത്തലാഖ് എങ്ങനെ തുടരാനാകുമെന്ന് കോടതി. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ ഫീസ് നിരക്കിൽ വൻ വർധന. PG സീറ്റുകളുടെ ഫീസ് കുത്തനെ കൂട്ടി. എല്ലാ സീറ്റുകളിലും 14 ലക്ഷം രൂപ. ഫീസ് വർദ്ധിപ്പിച്ചത് ജസ്റ്റിസ് രാജേന്ദ്രബാബു കമ്മീഷൻ. DGP TP സെൻകുമാറിനെ തിരുത്തി സംസ്ഥാന സർക്കാർ. സെൻകുമാർ സ്ഥലം മാറ്റിയ ഉദ്യോഗസ്ഥ പഴയ സ്ഥാനത്ത് തന്നെ തുടരും. ലോക്നാഥ് ബെഹ്റയുടെ വിവാദ പെയിന്റ് ഉത്തരവിൽ സംശയമുണ്ടെന്ന് വിജിലൻസ് കോടതി. ഉത്തരവിറക്കുമ്പോൾ ബെഹ്റ പോലീസ് മേധാവിയായിരുന്നോ എന്ന ചോദ്യം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ വിവിപാറ്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പേപ്പർ ബാലറ്റ് എന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം നടപ്പാക്കാനാകില്ല. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും തിരിച്ചടി. ഇരുവർക്കുമെതിരെ ആദായ നികുതി വകുപ്പ് അന്വേഷണം നടത്തണമെന്ന് ഡൽഹി ഹൈക്കോടതി. ജസ്റ്റിസ് കർണന് തിരിച്ചടി. ശിക്ഷ റദ്ദാക്കണമെന്ന ആവശ്യം വേഗത്തിൽ പരിഗണിക്കില്ലെന്ന് സുപ്രീം കോടതി. ഹർജി പരിഗണിക്കുക 7 ജഡ്ജിമാരുടെ സൗകര്യത്തിനനുസരിച്ച്. കർണനെ കണ്ടെത്താൻ പോലീസ് തെരച്ചിൽ 3ാം ദിവസവും തുടരുന്നു. അന്വേഷണ സംഘം ചെന്നൈയിൽ. കോടതി മുറിയിലെ മുത്തലാഖ് വാദങ്ങൾ. മുത്തലാഖ് നീചവും അനഭിലഷണീയവുമായ വിവാഹമോചന രീതിയെന്ന് സുപ്രീം കോടതി. ദൈവത്തിന്റെ കണ്ണിൽ പാപമാണെങ്കിൽ മുത്തലാഖ് എങ്ങനെ തുടരാനാകും? മുത്തലാഖ് ഏകപക്ഷീയമാണെന്നും കോടതി വാക്കാൽ നിരീക്ഷിച്ചു. മുത്തലാഖിനെ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ തിങ്കളാഴ്ചയും വാദം തുടരും. മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കുന്ന 5-അംഗ ബെഞ്ചിനു മുമ്പാകെ അമിക്കസ് ക്യൂറി സൽമാൻ ഖുർഷിദാണ് മുത്തലാഖ് ദൈവത്തിന്റെ കണ്ണിൽ പാപമാണെന്ന വാദമുന്നയിച്ചത്. മുസ്ലിം വ്യക്തിനിയമ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം മുത്തലാഖ് അനിഷ്ടകരമായ പ്രവൃത്തിയാണ്. എന്നാൽ അതിന് നിയമസാധുതയുണ്ട്. ദൈവത്തിന്റെ കണ്ണിൽ പാപമായ കാര്യം എങ്ങനെ ജനങ്ങൾക്ക് നിയമമാക്കാൻ കഴിയുമെന്ന് ബെഞ്ചിൽ അംഗമായ ജസ്റ്റിസ് കുര്യൻ ജോസഫ് ചോദിച്ചു. പാപമായ കാര്യം ഒരിക്കലും മൗലികാവകാശമല്ല. ഇതിന് നിയമസാധുതയും നൽകാൻ കഴിയില്ല. ഇന്ത്യക്ക് പുറത്ത് ഇസ്ലാം രാഷ്ട്രങ്ങളിൽ പോലും മുത്തലാഖിന് അംഗീകാരമില്ലല്ലോ എന്നും കോടതി ആരാഞ്ഞു. മതാചാരങ്ങളുടെയും പ്രാർത്ഥനകളുടെയും അടിസ്ഥാനത്തിൽ നടക്കുന്ന പവിത്രമായ ഉടമ്പടിയാണ് വിവാഹം. അതിന് 2 പേരുടെയും സമ്മതം വേണം. മുത്തലാഖിൽ ഉഭയസമ്മതമില്ല. അനിഷ്ടകരമായിട്ടും ആൾക്കാർ പിന്തുടരുന്ന മുത്തലാഖിനെ കോടതി വധശിക്ഷയുമായാണ് ഉപമിച്ചത്. അതേസമയം മുത്തലാഖിന്റെ പേരിൽ സ്ത്രീകളോട് കടുത്ത വിവേചനമാണ് നടക്കുന്നതെന്ന് മുതിർന്ന അഭിഭാഷകൻ രാംജിത്ത് മലാനിയും ഹർജി നൽകിയവരുടെ അഭിഭാഷകരും ചൂണ്ടിക്കാട്ടി. മുത്തലാഖിനെതിരായ കേന്ദ്രത്തിന്റെ വാദം തിങ്കളാഴ്ച തുടങ്ങും. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. ശ്രീ എം എൻ കാരശ്ശേരി ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ KVS ഹരിദാസ് കൊച്ചിയിൽ, അഡ്വക്കേറ്റ് സുൽഫിക്കർ അലി, അദ്ദേഹം ഈ കേസിൽ കക്ഷിയായ ഖുറാൻ സുന്നത്ത് സൊസൈറ്റിയുടെ അഭിഭാഷകനാണ്, അദ്ദേഹം ഡൽഹി സ്റ്റുഡിയോയിലുണ്ട്. റുക്സാന, ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രതിനിധിയാണ് അവർ കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കുചേരുന്നു. കാളീശ്വരം രാജും ഈ ചർച്ചയിൽ ചേരും. ആദ്യം അഡ്വക്കേറ്റ് സുൽഫിക്കർ അലി, വാദം തുടരുകയാണ്. ഇന്ന് 2ാം ദിവസമാണ്. ഇന്ന് കോടതിയിൽ നിന്ന് കേട്ടത് മുത്തലാഖിനെതിരായിട്ടുള്ള സംസാരങ്ങളാണ്, വാദങ്ങളാണ്. ഖുറാൻ സുന്നത്ത് സൊസൈറ്റി എന്ത് നിലപാടുകളാണ് കോടതിക്ക് മുമ്പാകെ വെച്ചത്? ആ വാദത്തിന് കോടതി മുറിക്കകത്ത് പ്രാമുഖ്യം കിട്ടുമോ? ഒരു ചെറിയ തിരുത്ത് ആമുഖമായിട്ട് പറയേണ്ടതുണ്ട്. ഞാൻ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ അഭിഭാഷകനല്ല. ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ കേസ് വ്യക്തി നിയമവും വ്യക്തി നിയമത്തിലെ മുസ്ലിം പിന്തുടർച്ചാവകാശ നിയമത്തിലെ ഭരണഘടനാ സാധ്യതയുമൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ഹർജിയാണ്. ആ ഹർജിയിൽ എതിർഭാഗത്തുള്ള ഒരു കക്ഷിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഹാജരാകുന്നത്. ഏതായാലും അത്തരം വലിയ വിഷയങ്ങൾ ഈ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുന്നതല്ല എന്ന് ഇന്നലെ തന്നെ വാദത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഭരണഘടനാ ബെഞ്ചിൻ്റെ സിറ്റിങ്ങിൻ്റെ തുടക്കത്തിൽ തന്നെ സുപ്രീം കോടതിയിലെ 5 ജഡ്ജസും
വളരെ അസന്ദിഗ്ധമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്തുടർച്ചാവകാശ നിയമമോ വ്യക്തി നിയമത്തിലെ മറ്റ് വിഷയങ്ങളോ വ്യക്തി നിയമം തന്നെയോ ഭരണഘടനാപരമായ സാധുതകളെയോ അതിൻ്റെ നിയമസാധുതയോ ഒന്നും തന്നെ ഈ ഭരണഘടനാ ബെഞ്ച് ചർച്ച ചെയ്യുന്നില്ലെന്നും പരിഗണനയിൽ ഇല്ലെന്നും ഇന്നലെ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ ഉള്ളത് ട്രിപ്പിൾ തലാഖ് എന്ന മുത്തലാഖ് എന്ന ആ ഒരു പെർട്ടിക്കുലർ മോഡ്, ഒരു പ്രത്യേക രീതിയിലുള്ള വിവാഹമോചനം മുസ്ലിം വ്യക്തി നിയമം അംഗീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിം വ്യക്തി നിയമം അംഗീകരിച്ചു എന്ന് അവകാശപ്പെടുന്ന ആ വ്യക്തി നിയമം അനുസരിച്ച് ഇന്ന് നടപ്പിൽ പ്രാക്ടീസിലുള്ള 3 തലാഖും ഒരു സിറ്റിങ്ങിൽ ഒരു 3 തലാഖും പ്രൊണൗൺസ് ചെയ്ത് വിവാഹമോചനം നടപ്പിൽ വരുത്തുന്ന ആ ഒരു പ്രത്യേക രീതിയിലുള്ള വിവാഹമോചനത്തിൻ്റെ നിയമസാധുത മാത്രമാണ് ഈ കോടതിയുടെ പരിഗണനയിലുള്ളത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ കേസ് ഇപ്പോൾ അപ്രസക്തമായിരിക്കുകയാണ്. ഇന്ന് കോടതിയിലുണ്ടായ വാദങ്ങൾ സ്വാഭാവികമായും മുത്തലാഖ് എന്ന പ്രാക്ടീസിന് വളരെ എതിരായി തന്നെയായിരുന്നു. കോടതിയുടെ മൈൻഡ് സെറ്റ് നമുക്ക് അങ്ങനെ തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ചും ഇപ്പോൾ വാദം നടക്കുന്നത് ഇതിന് എതിരെ കക്ഷി ചേർന്നിട്ടുള്ള ആളുകളാണ്. ഇതിനെതിരെ പരാതിക്കാരും മുത്തലാഖ് നിരോധിക്കണമെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുള്ള പരാതിക്കാരുടെയും ഹർജിക്കാരുടെയും വാദങ്ങളാണ് ഇന്ന് കേൾക്കുന്നത്. അവർക്ക് വേണ്ടി ഹാജരാകുന്ന മുതിർന്ന അഭിഭാഷകരും അതോടൊപ്പം അമിക്കസ് ക്യൂറിയായി നിയമിക്കപ്പെട്ട മുതിർന്ന അഭിഭാഷകൻ സൽമാൻ ഖുർഷിനുമൊക്കെ വാദങ്ങളാണ് കോടതി കേൾക്കുന്നത്. ആ വാദത്തിനിടക്കാണ് ഇതുപോലെയുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളത്. വധശിക്ഷയുമായി ഈ മുത്തലാഖ് എന്ന പ്രാക്ടീസിനെ എന്ന രീതിയെ ഉപമിക്കാനുണ്ടായ സാഹചര്യം സൽമാൻ ഖുർഷിദ് പറഞ്ഞത് ഈ മുത്തലാഖ് എന്ന് ഒരു സിറ്റിങ്ങിൽ ഒറ്റ സ്ട്രെച്ചിൽ 3 തലാഖും പ്രൊണൗൺസ് ചെയ്ത് വിവാഹമോചനം നടപ്പിൽ വരുത്തുന്നത് ഒരു പാപമാണെന്നും അത് ഇസ്ലാമിക വിധി നിയമപ്രകാരം ഒരു ക്രിമിനൽ കുറ്റമാണെന്നും ഇസ്ലാമിക ക്രിമിനൽ ശരീഅത്ത് നിലവിലുള്ള പല രാജ്യങ്ങളിലും അത് ശിക്ഷാർഹമായ ഒരു കാര്യമായി നിലവിലുണ്ടെന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അതേസമയം ആ രീതിയിലൊരു തലാഖ് നടത്തിയാൽ 3 തലാഖും ഒറ്റ സ്ട്രെച്ചിൽ പ്രൊണൗൺസ് ചൊല്ലി വിവാഹമോചനം നടത്തിയാൽ ആ വിവാഹമോചനം പ്രാബല്യത്തിൽ വരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഒരേ സമയം വിവാഹമോചനം പ്രാബല്യത്തിൽ വരികയും എന്നാൽ അങ്ങനെ വിവാഹമോചനം നേടിയയാളെ കുറ്റക്കാരനായി ശിക്ഷിക്കാനുള്ള ക്രിമിനൽ നടപടി നിയമങ്ങൾ നിലവിലുണ്ട് ചെയ്യുന്ന ഒരു അപൂർവമായ സാഹചര്യത്തെക്കുറിച്ചാണ് സൽമാൻ ഖുർഷിദ് ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. ആ സമയത്താണ് ആ സാഹചര്യത്തിലാണ് കോടതി പറഞ്ഞത് ഇതെങ്ങനെയാണ് ഒരേ സമയം നിയമവിരുദ്ധവും എന്നാൽ നിയമപ്രകാരം അംഗീകരിക്കപ്പെടുന്നതുമാകുന്നത്. അത് വളരെ ഒരു പെക്യുലർ ആയിട്ടുള്ള വളരെ കോൺട്രാഡിക്ടറി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണെന്നും അത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ നിയമ സംവിധാനങ്ങൾ അനുസരിച്ച് യോജിക്കുന്നതല്ലെന്നും ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരാളെ വധശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ട് തൂക്കിലേറ്റുന്നതോ അല്ലെങ്കിൽ വധശിക്ഷ നടപ്പിലാക്കുന്നതോ നിയമവിരുദ്ധവും അല്ലെങ്കിൽ പാപവുമാവുകയും അതേസമയം അത് നിയമപരമായി ഒരാളെ കൊല്ലാൻ സ്റ്റേറ്റിന് അംഗീകാരം കൊടുക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള അതുപോലെയുള്ള വളരെ ഘടകവിരുദ്ധമായ വിരോധാഭാസമാണ് ഈ മുത്തലാഖ്. നിയമപ്രകാരം മുത്തലാഖ് വിവാഹമോചനം പ്രാബല്യത്തിൽ വരികയും എന്നാൽ ആ തരത്തിൽ വിവാഹമോചനം നേടിയ ആളെ ക്രിമിനൽ നിയമം അനുസരിച്ച് ശിക്ഷിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ അത് ക്രിമിനൽ കുറ്റമായി കണക്കാക്കുന്നത്. മറ്റൊരു വിഷയം കോടതി ചൂണ്ടിക്കാണിക്കുന്നത് അത്തരത്തിലൊരു ക്രിമിനൽ നിയമം ഇന്ത്യയിൽ നിലവിലില്ലെന്നും അങ്ങനെ ഒരു വാദം ഇന്നുണ്ടായി. ഇന്ന് ഈ മുത്തലാഖിനെ ഒരു പരിധിവരെ അനുകൂലിക്കുന്ന ഒരു വിഭാഗത്തിലൊരു വക്കീൽ ഇന്ന് ഒരു അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ ഒരു വാദം ഉന്നയിച്ചത് ഈ മുത്തലാഖിനെ ഒരു നിയമവിരുദ്ധമായ അല്ലെങ്കിൽ പീനൽ നിയമം അനുസരിച്ച് ഒരു ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കണമെന്നും എന്നാൽ ഈ മുത്തലാഖിലൂടെ വിവാഹമോചനം പ്രാബല്യത്തിൽ വരുമെന്ന് അംഗീകരിച്ച് കിട്ടുകയും ചെയ്യണമെന്നൊരു വാദം ഇന്ന് കോടതി ഉന്നയിക്കുകയുണ്ടായി. അതിന് കോടതി മറുപടി പറഞ്ഞത് ക്രിമിനൽ നിയമമാക്കേണ്ട ബാധ്യത ഞങ്ങൾക്കല്ല, നിയമം നടപ്പിലാക്കേണ്ടത് കോടതിയെ നിങ്ങളൊരു നിയമനിർമ്മാണ സഭയായോ സാമൂഹിക പരിഷ്കർത്താവായോ കാണാനൊക്കില്ല. ഇവിടെ നീതി നിർവഹണമാണ് നടപ്പിലാക്കുന്നത്. നിലവിലുള്ള നിയമം അനുസരിച്ച് മുത്തലാഖ് അല്ലെങ്കിൽ ഒറ്റ തലാഖ് ചൊല്ലുന്നത് ശരീഅത്ത് നിയമം അനുസരിച്ചോ ഇന്ത്യൻ നിയമം അനുസരിച്ചോ നിയമം അംഗീകരിക്കാൻ കഴിയില്ല, അതിനൊരു റീസണബിൾനെസ് ഇല്ല എന്ന് കണ്ടെത്തിയാൽ ഞങ്ങളത് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും. എന്നാൽ അത് നിലനിർത്തിക്കൊണ്ട് അത് ചെയ്യുന്നയാൾക്ക് ക്രിമിനൽ കുറ്റം ചാർത്തി കൊടുക്കുക, ആ രീതിയിലൊരു നിയമം നിലവിൽ ഇന്ത്യയിൽ വ്യവസ്ഥയിലില്ല. നീചമായിട്ടുള്ള കൃത്യമാണ് ഈ മുത്തലാഖ് എന്ന സംഭവം എന്ന് കോടതിക്കകത്ത് വാദമുയർന്നു. അമിക്കസ് ക്യൂറി, സൽമാൻ ഖുർഷിദ് അടക്കമുള്ള ആളുകൾ ഇത് ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെയും പാപമായിട്ടുള്ള കാര്യമാണ് എന്ന നിലപാട് മുന്നോട്ട് വെച്ചു. ആ നിലക്ക് ഇന്ന് 2ാം ദിനമായ ഇന്ന് കേൾക്കുന്ന വാദങ്ങളെല്ലാം, അവിടെ നിന്ന് വന്ന വാദങ്ങളെല്ലാം മുത്തലാഖിനെതിരാണ്. മുത്തലാഖ് നിരോധം എന്നതിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് കണക്കാക്കേണ്ടതുണ്ടോ ഈ ഘട്ടത്തിൽ? അതാണോ ശരിയായിട്ടുള്ള കാര്യം? മുത്തലാഖ് നിരോധം ആവശ്യമായിട്ടുള്ള കാര്യമാണോ? സനീഷേ, നമ്മൾ കാണേണ്ടത് ഇതൊരു പ്രാകൃതമായ സമ്പ്രദായമാണ് എന്ന് സാധാരണക്കാരൊക്കെ തന്നെ തുറന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഏതാണ്ട് 1,00,000 യുവതികളാണ് ഇത് സംബന്ധിച്ചൊരു നിവേദനവുമായിട്ട് മുംബൈ ഹൈക്കോടതിയിലെത്തിയത്.
സുപ്രീം കോടതിയുടെ മുമ്പിലും അത്തരത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർ ഒപ്പിട്ട നിവേദനം എത്തിയിട്ടുണ്ട്. അപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെ ഇത്തരം പ്രാകൃത സമ്പ്രദായങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ ചലനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അത് നമ്മൾ അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയില്ല. ഈ നിലയിൽ നമുക്കറിയാം എല്ലാ സമുദായങ്ങളിലും പ്രാകൃതമായ രീതികളുണ്ടായിരുന്നു, വ്യവസ്ഥകളുണ്ടായിരുന്നു, ഒക്കെ തന്നെ ഹിന്ദു സമുദായത്തിലും ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ, ക്രിസ്ത്യാനികൾക്കിടയിലും ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റിയെടുക്കാൻ ഭരണതലത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ഉപരിയായിട്ട് അതാത് സമുദായങ്ങളിൽ തന്നെയുള്ള ആചാര്യന്മാരുടെ ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട്. ദൗർഭാഗ്യവശാൽ ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പ്രശ്നം ഇത്തരം കാര്യങ്ങളിൽ അവർ ഈ പ്രാകൃതമായ സമ്പ്രദായത്തിനൊപ്പം നിൽക്കുന്നു എന്നതാണ്. ആ സമൂഹത്തിലെ ചെറുപ്പക്കാർ ഇന്ന് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നമായിട്ടാണ് അവർ കാണുന്നത്. പഴയ കാലത്തെ പോലെയല്ല. ഇന്നിപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ യുവതികൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, അവർ നല്ല നിലയിൽ ഉദ്യോഗസ്ഥരാണ്, അതുപോലെ തന്നെ വിവിധ തലങ്ങളിൽ അവർ ഇൻ്റർനാഷണൽ സീനിൽ പോലും അവർ ശ്രദ്ധിക്കപ്പെടുന്ന നിലയിലേക്ക് ഉയർന്നു കഴിഞ്ഞിരിക്കണം. ഈ അടുത്ത കാലത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഏറ്റവും കൂടുതൽ പേര് എൻജിനീയറിങ്ങിന് എൻട്രൻസിന് പാസ്സാവുന്നത് മലപ്പുറം പോലുള്ള ന്യൂനപക്ഷ കേന്ദ്രീകൃതമായ ജില്ലകളിൽ നിന്നാണ്. ആ തരത്തിൽ മുസ്ലിം സമുദായത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഉൾക്കൊള്ളാൻ ആ മതനേതൃത്വം എന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ തയ്യാറാവുന്നില്ലെന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം. അതുകൊണ്ട് തന്നെ കോടതിക്ക് അത് കാണാതെ പോകാൻ കഴിയില്ല. അത് നമ്മൾ നിസ്സാരവൽക്കരിച്ചിട്ട് കാര്യമില്ല. കോടതിക്ക് പ്രശ്നം കാണേണ്ടി വരും. കാരണം ഇതിപ്പോൾ ഒരു പെൺകുട്ടി 2 or 3 പ്രസവിച്ചു ബാധ്യതകളും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരാൾക്ക് തോന്നുന്നു എനിക്ക് നാളെ വേണ്ടാന്ന് തോന്നി SMS പോലും വിവാഹമോചനം നടത്താവുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നു എന്നല്ലേ. ഇന്നിപ്പോൾ ഒരു ഇംഗ്ലീഷ് പത്രത്തിലെ വാർത്ത കണ്ടു. UP-യിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പെൺകുട്ടി ചെന്നിട്ട് തന്നെ ഡൈവോഴ്സ് ചെയ്തിരിക്കുന്നു, ട്രിപ്പിൾ തലാക്ക് കൊണ്ട് ഡൈവോഴ്സ് ചെയ്തിരിക്കുന്നു, കേസ് രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞ് ചെന്നിട്ട് ആ കുട്ടി പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ ആത്മാഹൂതിക്ക് തയ്യാറായ വാർത്ത വന്നിരിക്കുന്നു. ആ തരത്തിൽ മുസ്ലിം പെൺകുട്ടികൾ പോലും രംഗത്തിറങ്ങാൻ തയ്യാറാവുന്നു. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീമതി റുക്സാന, മുത്തലാഖ് വലിയ അനാചാരമാണ്, വധശിക്ഷയ്ക്ക് തുല്യമായിട്ടുള്ള സംഗതിയാണ്. മുത്തലാഖ് മുസ്ലിം സ്ത്രീകളെ വലിയ തോതിൽ അരക്ഷിതരാക്കുന്നു. സമുദായ പരിഷ്കരണത്തിൻ്റെ ഭാഗമാണ് മുത്തലാഖിനെ തള്ളിക്കളയാനുള്ള നടപടികളിൽ ഏർപ്പെടുക എന്നത്. പ്രധാനമന്ത്രി തന്നെയും ഇക്കാര്യത്തെ 2 or 3 തവണ നേരിട്ട് വന്ന് പറയുകയുണ്ടായിട്ടുണ്ട്. സമുദായത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ ഈ അനാചാരത്തെ തള്ളിക്കളയാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടണം എന്ന് പറയുന്ന ആളുകളിൽ അദ്ദേഹം തന്നെയുമുണ്ട്. മുത്തലാഖ് കോടതി വഴി നീതിന്യായ വ്യവസ്ഥ വഴി നിരോധിക്കപ്പെടുകയാണെങ്കിൽ അത് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ സന്തോഷത്തോടെ സ്വീകരിക്കുകയല്ലേ ചെയ്യുക? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ചില പരാമർശങ്ങളുണ്ട്. പ്രധാനമന്ത്രി തന്നെ മുത്തലാഖിനെതിരെ സംസാരിക്കുകയും സമുദായത്തിൽ നിന്ന് തന്നെ അത്തരത്തിലുള്ള വിമർശന സ്വഭാവത്തിൽ മറുപടികൾ വരികയും സമുദായത്തിൽ നിന്ന് തന്നെ പരിഷ്കരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നതിനപ്പുറത്ത് നേരത്തെ ആദ്യം സൂചിപ്പിച്ച ഇന്നവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന വക്കീല് എന്താണോ കോടതി പരാമർശിച്ചത് ആ പരാമർശത്തിൻ്റെ വ്യക്തമായ രൂപം പറയുകയുണ്ടായി. എനിക്കതാണ് ഏറ്റവും കൂടുതൽ സ്വാഗതാർഹം എന്ന് ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇസ്ലാമിക ശരീഅത്ത് അംഗീകരിക്കുന്ന ഒന്നല്ല മുത്തലാഖ്. അത് നീചമാണ്, ദൈവത്തിൻ്റെ മുമ്പിൽ പാപകരമാണ്. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് അതിനൊരു സാധുത നൽകാൻ സാധിക്കുകയില്ല. അങ്ങനെ വരുന്ന പക്ഷം ഭരണഘടനാപരമായി തന്നെ അത് തെറ്റാണ് എന്ന് വിധിക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതിനെയാണ് യഥാർത്ഥത്തിൽ സ്വാഗതാർഹം എന്ന് പറയുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇസ്ലാമിക ശരീഅത്തിൽ ഒരിക്കലും മുത്തലാഖ് അംഗീകരിക്കുന്ന ഒന്നല്ല. അത് വിശുദ്ധമായ, എനിക്ക് തോന്നുന്നു കോടതി പരാമർശത്തിൽ അത് വൃത്തിയിലും ഭംഗിയിലും പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത് ദൃഢമായ വളരെ പരിശുദ്ധമായ ഒരു കരാറിൻ്റെ പേരാണ് വിവാഹം എന്നത്. അതും ഇരു വിഭാഗത്തിൻ്റെയും ആണിൻ്റെയും പെണ്ണിൻ്റെയും ഉഭയകക്ഷി സമ്മതത്തോടു കൂടിയുള്ളതാണ് വിവാഹം എന്നതുപോലെ തന്നെ 2 കൂട്ടരുടെയും ഇടയിൽ പ്രശ്നമുണ്ടായാൽ മധ്യസ്ഥത നിൽക്കുകയും 2 കൂട്ടരുടെയും പ്രശ്നങ്ങൾ കേൾക്കുകയും അവർക്കിടയിൽ രഞ്ജിപ്പിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന വളരെ യുക്തിപൂർണമായ ഘട്ടമായ വിവാഹമോചന രീതിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ത്വലാഖ് എന്നത്.
അതിൽ ഒറ്റയടിക്ക് 3 പ്രാവശ്യം നിന്നെ ഞാൻ തൊലാക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ്, ശരീഅത്തിന് വിരുദ്ധമാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് അഭ്യസ്തവിദ്യരായ മുസ്ലിം സ്ത്രീകൾ പഠിച്ചതുകൊണ്ടൊന്നുമല്ല, വർഷങ്ങൾക്ക് മുമ്പ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉടലെടുത്ത അന്നു മുതൽ സംഘടനകളുടെ അണികൾ തന്നെ പ്രായോഗികമായി നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഒരു നിയമം തന്നെയാണ് മുത്തലാഖ് ഇസ്ലാമികമല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പ്രായോഗികമായി ത്വലാഖ് എന്നത് അത് 3 ഘട്ടമായി കൃത്യമായ മനഃശാസ്ത്രീയ വശം അതിൽ കൃത്യമായി ഉണ്ട് എന്ന് അത് പഠിച്ചു മനസ്സിലാക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും. അങ്ങനെ ചെയ്യേണ്ടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ മുത്തലാഖ് ശരീഅത്ത് വിരുദ്ധമാണ്, ദൈവവിരുദ്ധമാണ്, ദൈവത്തിൻ്റെ മുമ്പിൽ അത് പാപമാണ് എന്നുള്ള ആ ഇസ്ലാമിക വിധിയെ തന്നെയാണ് ഞാൻ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. തിരിച്ചു വരാം. ശ്രീ എം എൻ കാരശ്ശേരി, ഇസ്ലാമിക വിധി പ്രകാരം മുത്തലാഖ് പാപമാണ് എന്ന് വെച്ചാൽ ഒറ്റ ഇരിപ്പിന് 3 തലാഖ് ചൊല്ലുക വിവാഹമോചനമായിരിക്കുന്നു എന്ന് പറയുന്നത് പ്രാകൃതമായ രീതിയാണത്, ഇസ്ലാമിക ശരീഅത്തിൽ തന്നെ ഇല്ലാത്തതാണ്. എങ്കിൽ പിന്നെ എന്തിനാണ് കോടതിയിൽ ഇത്തരം കേസുകൾ വരുന്നത്? എങ്കിൽ പിന്നെ എന്തിനാണ് കോടതി വഴി നിരോധനം ഉണ്ടാകണം എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വരുന്നത്? കോടതി നിയമപരമായിട്ട് ഇത്തരം വാദങ്ങളിലൂടെ പോയിട്ട് ഈ കാര്യം ബാൻ ചെയ്തിരിക്കുന്നു എന്നൊരു വിധി വരേണ്ടതുണ്ടോ ഇക്കാര്യത്തിൽ, ഈ ഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ? സനീഷ്, ഇവിടെ പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ സ്ത്രീകളുടെ പൗരാവകാശമാണ്. ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച സഹോദരി മുത്തലാഖ് അനിസ്ലാമികമാണ്, അതായത് ഒരു ഇരിപ്പിന് 3 തലാഖും ചൊല്ലി എന്ന് പറയുന്നത് ഇസ്ലാമികമായി നിയമവിരുദ്ധമാണ് എന്നവർ പറഞ്ഞു. അങ്ങനെ പറയുന്ന ഒരു ന്യൂനപക്ഷം മുസ്ലിങ്ങളുണ്ട്. ഇപ്പോൾ മുജാഹിദ് വിഭാഗം, ജമാഅത്തെ ഇസ്ലാം വിഭാഗമൊക്കെ അങ്ങനെയാണ്. നേരെ മറിച്ച് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന സുന്നികൾ മുത്തലാഖ് ശരിയാണ്, ശരീഅത്തനുസരിച്ച് സാധുവാണ് എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ തർക്കമായി. അപ്പോൾ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരീഅത്ത് എന്താണ് എന്നുള്ളത് വ്യാഖ്യാനം അനുസരിച്ച് മാറും. പിന്നെ ഇവിടുത്തെ ജീവിത യാഥാർത്ഥ്യം എന്താണ് നമ്മൾ നോക്കണം. അതായത് ഒരു പുരുഷൻ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ഓഫീസിലിരുന്ന് അല്ലെങ്കിൽ അയാൾക്ക് സൗകര്യത്തിരുന്ന് ഏകപക്ഷീയമായി ഒരു വിചാരണയും കൂടാതെ, സ്ത്രീയുടെ അറിവോ അനുവാദമോ കൂടാതെ, അവരുടെ ബന്ധുക്കളുടെയോ ബാപ്പയുടെയോ മറ്റുള്ളവരുടെയോ ഒരു തരത്തിലുള്ള ബന്ധപ്പെടലും ഇല്ലാതെ അയാൾക്ക് ഏകപക്ഷീയമായി മൊഴി ചൊല്ലാൻ സാധിക്കും എന്നത് നമ്മുടെ അനുഭവമാണ്. ഖുർആനിൽ എന്ത് പറഞ്ഞു, ഹദീസിൽ എന്ത് പറഞ്ഞു, വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ എന്ത് പറഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് തർക്കിക്കാം. അതിൻ്റെ സാങ്കേതികത. മുത്തലാഖ് വിവാദം എന്ന് പറയുന്നത് എൻ്റെ കണക്കിന് ഒറ്റ കാര്യമാണ്. മറ്റ് സമുദായങ്ങളിലെ പുരുഷന്മാരെ പോലെ ഭാര്യയെ ഉപേക്ഷിക്കാൻ നിയമകോടതിയുടെ അറിവും അനുവാദവും ആവശ്യമാണ് എന്ന് മുസ്ലിം പുരുഷനോട് പറയാണ് നിയമം വേണ്ടത്. ഇപ്പോൾ ഈ തർക്കം മുഴുവൻ ഇതിൻ്റെ സാങ്കേതികതയൊക്കെ വളരെ സങ്കീർണമായ കാര്യങ്ങളാണ്. നമ്മൾ അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. എന്താ കാരണം വെച്ചാൽ ഇവിടെ ഇസ്ലാമിൽ പല തരത്തിലുള്ള വിവാഹമോചന രീതികളുണ്ട്. അതിൽ മുസ്ലിം പുരുഷൻ സ്ത്രീയെ ഉപേക്ഷിക്കുന്ന രീതിയാണ് തലാഖ്, മുസ്ലിം സ്ത്രീ പുരുഷനെ ഉപേക്ഷിക്കുന്ന രീതിയാണ് ഫസ്ക്. ഫസ്ക് ചെയ്യാൻ മുസ്ലിം സ്ത്രീക്ക് കോടതിയുടെ അറിവും അനുവാദവും വേണം. തലാഖ് ചെയ്യാൻ പുരുഷൻ ആരുടെയും അറിവും അനുവാദവും വേണ്ട. ഈ ഒറ്റ കാര്യം നോക്കിയാൽ മതി. 1939 ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിലവിൽ വന്ന ഫസ്ക് ആക്ട് 1939 അനുസരിച്ച് ഒരു സ്ത്രീക്ക് ഭർത്താവിനെ വിവാഹമോചനം ചെയ്യണമെങ്കിൽ കോടതിയുടെ അറിവും അനുവാദവും വേണം. അതുകൊണ്ടാണ് നമ്മൾ പത്രങ്ങളിൽ ഫസ്ക് പരസ്യം കാണുന്നത്, തലാഖ് പരസ്യം നിങ്ങൾ കാണില്ല. അത് പുരുഷൻ എപ്പോഴാണോ ബോധിക്കുന്നത് അപ്പോൾ അയാൾക്ക് ചെയ്യാം. ഈ തരത്തിലുള്ള സ്ത്രീയോട് വിവേചനം കാണിക്കുകയും സ്ത്രീയെ അനീതിക്ക് വിധേയമാക്കുകയും അവളെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒന്നായിട്ടാണ് ഇന്ന് തലാഖ് ഇന്ത്യയിൽ നിലവിലുള്ളത്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല, ഇതിന് BJPയുടെയോ കോൺഗ്രസിൻ്റെയോ പ്രശ്നമല്ല. ഇത് RSSന് ചീത്ത പറയേണ്ട ഒരു കാര്യമല്ല. മുസ്ലിം പുരുഷന്മാർ മുസ്ലിം സ്ത്രീകളോട് അന്യായം കാണിക്കുന്നുണ്ട്. ഇത് മതപരിഷ്കരണത്തിൻ്റെയും സാമൂഹ്യ നീതിയുടെയും പൗരാവകാശത്തിൻ്റെയും പ്രശ്നമാണ്. ഇതിന് മറുപടി പറയുമ്പോൾ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് എന്താണ് ചെയ്തതെന്ന് ചോദിക്കരുത്. നരേന്ദ്രമോദി ഒരു വ്യക്തിയാണ്. നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് നീതിയോ അനീതിയോ ചെയ്തതെന്നുള്ളത് വ്യത്യസ്തമായൊരു കാര്യമാണ്. അത് പറഞ്ഞിട്ട് ഇവിടുത്തെ ലക്ഷക്കണക്കിന് മുസ്ലിം സ്ത്രീകളുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്ന ഡെമോക്രസിൻ്റെ വാളാണ് തലാഖ്.
അത് ഒരു കോടതിയുടെ മുമ്പിൽ വന്നിട്ട് വേണം ചെയ്യാൻ എന്ന് ആ പുരുഷനെ ചുമതലപ്പെടുത്തുന്ന ഒരു ജനാധിപത്യ ഗവൺമെൻറ് ന്യായമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത്. ഇപ്പോൾ കോടതിയെ സമീപിച്ചത് സ്ത്രീകളാണ്. ഇത്തരം അന്യായങ്ങൾക്ക് വിധേയരായ സ്ത്രീകളാണ്. പണ്ട് ഷാബാനു കേസിൻ്റെ കാലത്ത് ഒരു സ്ത്രീയാണ് കോടതിയിൽ പോയത്. ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്, ഇവിടെ 70 കാലത്ത് സന്താന നിയന്ത്രണം വന്നു. അന്ന് ക്രിസ്ത്യൻ പൗരോഹിത്യവും മുസ്ലിം പൗരോഹിത്യവും അതിനെ എതിർത്തു. 78 കാലത്ത് വിവാഹപ്രായം 18 എന്ന് നിജപ്പെടുത്തി. അതിനെ ഇവിടുത്തെ മതപൗരോഹിത്യം എതിർത്തു. എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, സ്ത്രീക്കെതിരായിട്ട് മതത്തെ ഉപയോഗിക്കുന്ന പണിയാണ് സാധാരണഗതിയിൽ പൗരോഹിത്യം ചെയ്യുക. അതാണ് രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ബാങ്കുകളെ പേടിച്ചിട്ട് അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ മാറി മാറി പറയും. അതുകൊണ്ട് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ BJPയുടെയോ ഒന്നും കാര്യമല്ല. ഇത് മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ കാര്യമാണ്, പൗരാവകാശത്തിന്റെ കാര്യമാണ്. അതാണ് ഞാൻ തിരിച്ചു വരാം. ശ്രീ കാരശ്ശേരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ കാളീശ്വരൻ രാജ് ടെലിഫോണിലുണ്ട്. ശ്രീ കാളീശ്വരൻ രാജ്, ഇത് പോസിറ്റീവായ നിലക്ക് പോകേണ്ടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായി വന്നിട്ടുണ്ട്. സമീപിക്കേണ്ടതുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരാം. ശ്രീ അങ്ങനെ സമീപിക്കേണ്ടതുണ്ട്. രണ്ടുപേർക്കും ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ എം.എൻ. കാരശ്ശേരി, ശ്രീ കാളീശ്വരൻ രാജ്, നിയമപരമായിട്ടൊരു പരിപൂർണാവസ്ഥയിൽ എത്തുക എന്നത് ഈ ഘട്ടത്തിൽ എത്രത്തോളം സാധ്യമാണ്? സംഗതി ശരിയാണ്, നിയമപരമായിട്ടൊരു നിരോധം ഉണ്ടാവുക. മുത്തലാഖ് ഇസ്ലാമികമല്ല, മതാധിഷ്ഠിതമല്ല, ദൈവത്തിന് പോലും നിഷേധിക്കപ്പെട്ട, ദൈവത്തിന് മുന്നിൽ പോലും പാപമാണെങ്കിൽ പിന്നെ എന്തിനാണ് നിയമപരമായിട്ട് നമ്മളതിനെ സ്ഥാപിക്കാൻ, നമുക്കെങ്ങനെയാണ് നിയമപരമായി സ്ഥാപിക്കാൻ സാധിക്കുക എന്നത് കോടതിയിൽ തന്നെ ചോദ്യം ഉയരുന്നുണ്ട്. പക്ഷേ ഉള്ള പ്രശ്നം എങ്ങനെയാണ് പ്രായോഗികമായിട്ട് നടപ്പാക്കുക എന്നതാണ്. അയിത്തം എന്നത് നമ്മുടെ നാട്ടിൽ ഒഴിവാക്കപ്പെട്ട, നിയമപരമായി തന്നെ നിലനിൽക്കാത്ത സംഗതിയാണ്. പക്ഷേ അത് സാമൂഹ്യമായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് രാജ്യത്ത് എന്ന കാര്യം ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് നിയമപരമായിട്ട് നിരോധം വന്നാൽ പോലും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ, അനാചാരങ്ങൾ നിലനിൽക്കുകയില്ലേ? അക്കാര്യത്തിൽ ഇടപെടാനാകുമോ എന്ന ചോദ്യം കൂടെ കോടതിക്ക് മുമ്പിൽ ഉണ്ടാകുമല്ലോ. ഈ പ്രോസസ്സിനകത്തുകൂടെ കടന്നു പോകുന്നതോടുകൂടി ഈ അനാചാരം ഇല്ലാതായി പോകും എന്ന് നമ്മൾ വിചാരിക്കേണ്ടതുണ്ടോ? അത് ഒരു നിയമം, ഒരു പ്രത്യേക പ്രശ്നത്തിന്റെ നിയമവശം പരിശോധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇവിടെ വ്യക്തി നിയമങ്ങളുടെ പേരിൽ മുത്തലാഖ് നിയമവിധേയമായി കരുതപ്പെടുന്ന ഒരു സമൂഹത്തിൽ, ഭരണഘടനാ ജനാധിപത്യ സമൂഹത്തിൽ അതേക്കുറിച്ച് നീതിന്യായ സംവിധാനം എന്ത് നിലപാടെടുക്കണമെന്നുള്ളത് ഒരു ചോദ്യമാണ്. അതിനുശേഷം ഈ നിയമം അഥവാ റദ്ദാക്കപ്പെടുകയാണെങ്കിൽ, ഇത് ഭരണഘടനാ വിരുദ്ധമാണ് മുത്തലാഖ് എന്ന് കോടതി പറഞ്ഞതിന് ശേഷവും നിയമലംഘനം നടക്കുന്നു എങ്കിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഭാവിയിൽ നിയമലംഘനം തുടർന്നേക്കാം എന്നുള്ളത് തെറ്റായ ഒരു നിയമം അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായ നിയമം, അത് വ്യക്തി നിയമമായാൽ പോലും നിലനിർത്തണം എന്ന് പറയുന്നതിന് തുല്യമാവുകയില്ല. അതുകൊണ്ടാണ് പലപ്പോഴും വ്യക്തി നിയമങ്ങളുടെ കാര്യത്തിലായാലും നമ്മുടെ കോടതികൾ പൊതുവെ സ്വീകരിച്ചു വന്നിട്ടുള്ള ഒരു നിലപാട് പലപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. വ്യക്തി നിയമങ്ങളിലെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ പാർലമെന്ററി നിയമങ്ങളിൽ പോലും ലിംഗസമത്വം നിഷേധിക്കപ്പെട്ടപ്പോൾ കോടതികൾ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോ ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമത്തിലെ സ്ത്രീകൾക്ക് പിന്തുടർച്ചാവകാശം നിഷേധിക്കുന്ന, സ്വത്തിന്മേലുള്ള അവകാശം നിഷേധിക്കുന്ന വ്യവസ്ഥ, അത് പാർലമെന്ററി നിയമമായിട്ട് പോലും സുപ്രീം കോടതി മേരി റോയ് കേസിൽ റദ്ദാക്കി. അപ്പോൾ അതിനുശേഷവും ചില സന്ദർഭങ്ങളിൽ ആ ലംഘിക്കപ്പെട്ട നിയമം ഇപ്പോഴും, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സ്വത്തവകാശം കൊടുക്കാത്ത അവസ്ഥാവിശേഷം ഉണ്ടാകാം. പക്ഷേ നിയമപരമായ അവകാശം ഉയർത്തിപ്പിടിക്കുവാൻ തയ്യാറായി മുൻപോട്ട് വരുന്ന സ്ത്രീക്ക് മേരി റോയ് കേസിന്റെ പരിരക്ഷണമുണ്ട്. അല്ലെങ്കിൽ ആ നിയമം ഉണ്ടാക്കിയ ലിംഗസമത്വത്തിന്റെ നിഷേധത്തിന് അവർ ഇരയാകേണ്ടതില്ല എന്നുള്ളതാണ്. അതുപോലെ മുത്തലാഖിന്റെ പ്രശ്നത്തിലായാലും ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇത് കേവലം ഒരു സ്വത്തവകാശത്തിന്റെയോ അല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തിന്റെയോ മാത്രം പ്രശ്നമല്ല. 37 നിയമം അനുസരിച്ച്, മുസ്ലിം ഡൈവോഴ്സ് ആക്ട് അനുസരിച്ചിട്ട് ഒരു സ്ത്രീക്ക് പുരുഷനെ വിവാഹമോചനം ചെയ്യണമെങ്കിൽ, ഫസ്ക് എന്നാണ് അതിന് പറയുന്നത്, ഫസ്ക് ചെയ്യണമെങ്കിൽ നത്തിങ് ലെസ് ദാൻ എ ഡിഗ്രി ഓഫ് ദ കോർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു സിവിൽ കോടതിയിൽ പോയി വിവാഹമോചന ഡിഗ്രി വാങ്ങിയാൽ മാത്രമേ ഒരു സ്ത്രീക്ക് പുരുഷനെ മുസ്ലിം പുരുഷനെ വിവാഹമോചനം ചെയ്യാൻ കഴിയൂ. അതേസമയം പുരുഷന് തിരിച്ച് ഇങ്ങോട്ട് മുത്തലാഖിലൂടെ അത് സാധിക്കുന്നു എന്നുള്ളത് അത് ലിംഗസമത്വത്തിന്റെ നിഷേധമാണ്. അതുപോലെ തന്നെ ഭരണഘടനാപരമായി
ഈ മുത്തലാഖിന് ഇരയാക്കപ്പെടുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന മറ്റു തരത്തിലുള്ള ജീവിത പ്രയാസങ്ങൾ ഇത് മറ്റു മതങ്ങളിൽ ഇല്ലാത്തതാണ്. അപ്പോ മുസ്ലിം സമുദായത്തിൽ തന്നെ സ്ത്രീക്കും പുരുഷനും ഇടയിൽ വിവേചനം, അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ്, ആ വിവേചനത്തെ അഭിസംബോധന ചെയ്യാൻ കോടതിക്ക് സാധിക്കുമോ? അതായത് മുസ്ലിം സമുദായത്തിനകത്ത് സ്ത്രീ പുരുഷനെ വിവാഹമോചനം ചെയ്യുന്നത് കാര്യത്തിൽ കോടതിയുടെ അനുമതി വേണം, അറിവും അനുമതിയും വേണം എന്നിടത്തിലേക്ക് പുരുഷന്മാരെ കൂടെ ഉൾക്കൊള്ളിക്കുക, പുരുഷന്മാർക്ക് സ്ത്രീകളെ വിവാഹമോചനം നടത്താൻ കോടതിയുടെ അറിവും സമ്മതവും വേണം എന്നതിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരാൻ സാധിക്കുമോ? അതാകുമോ ഇതിൻ്റെ ശരിയായ പരിസമാപ്തി? അത് മാത്രമാകണമെന്നില്ല. അത് ഇതിനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഇന്ന് കോടതിയിൽ 2 ദിവസമായി വാദം നടക്കുകയാണെന്ന് അറിയാമല്ലോ. അപ്പൊ ഇന്ന് കോടതിയിൽ വന്നിട്ടുള്ള ഒരു ഉപചോദ്യം മാത്രമാണിത്. ആ ഉപചോദ്യം എന്ന് പറയുന്നത് മുസ്ലിം നിയമം അനുസരിച്ചും മുസ്ലിം നിയമസങ്കല്പം അനുസരിച്ചും മാരേജ് ഈസ് എ കോൺട്രാക്ട്. ഇത് എല്ലാവരും പറയുന്നവരാണ്. മുത്തലാഖിനെ അനുകൂലിക്കുന്നവർ പോലും മാരേജ് ഈസ് എ കോൺട്രാക്ട്, മുസ്ലിം വിവാഹം ഒരു കരാറാണ് എന്ന തത്വത്തെ നിഷേധിക്കുന്നില്ല. അപ്പൊ അതിന്റെ ഭാഗമായി ഉയർന്നു വന്ന ഒരു ഉപചോദ്യമാണ്, ഇത് കരാറാണെങ്കിൽ ഇതിന്റെ വിവാഹ മോചനം മാത്രം എങ്ങനെ ഏകപക്ഷീയമായി ചെയ്യുന്നു എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ പ്രസക്തമായ ഒരു ഉപചോദ്യം മാത്രമാണ്. പക്ഷെ ഭരണഘടനാപരമായി ലിംഗസമത്വത്തിന്റെയും തുല്യതയുടെയും അതുപോലെ ഈ മുത്തലാഖ് ഈ മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ചുള്ള ഒരു എസൻഷ്യൽ പ്രാക്ടീസ് ആണോ, അങ്ങനെ അതിന് 25 മുതൽ 26 അനുച്ഛേദങ്ങളുടെ പിൻബലം കൊടുക്കാൻ കഴിയുമോ തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ കൂടി സുപ്രീം കോടതി തീരുമാനിക്കും. എന്റെ അഭിപ്രായത്തിൽ ഇന്നുള്ള അതിന്റെ പോക്ക് കണ്ടിട്ട്, കേസിന്റെ പോക്ക് കണ്ടിട്ട് ഏതായാലും വ്യക്തി നിയമമാണെങ്കിൽ പോലും ഇത് 13-ാം അനുച്ഛേദത്തിന്റെ പരിധിയിൽ വരുന്ന നിയമമാണ് എന്ന് പഴയ ഒരു ബോംബെ ഹൈക്കോടതി, മറിച്ചുള്ള പഴയ ഒരു ബോംബെ ഹൈക്കോടതി വിധി 51-ലെ തെറ്റാണെന്ന് പറയുകയും മുത്തലാഖിനെ തന്നെ ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്യാനുമാണ് സാധ്യത എന്നുള്ള അഭിപ്രായക്കാരനാണ്. വളരെ നന്ദി ശ്രീ കാളീശ്വരൻ രാജ് ഞങ്ങളോട് സംസാരിച്ചത്. അഡ്വക്കേറ്റ് സുൽഫിക്കർ അലി, അതിലേക്കായിരിക്കും കാര്യങ്ങൾ എത്തുക. മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമാണ്, അതിന് നിരോധം വരിക എന്നതാണ് ഉണ്ടാവുകയെങ്കിൽ നാളെ ഇപ്പോൾ തിങ്കളാഴ്ച കേന്ദ്ര സർക്കാരിൻ്റെ വാദങ്ങളാണ്, അതും മുത്തലാഖിനെതിരായിട്ടുള്ള നിലപാടാണല്ലോ വരേണ്ടത്. മുത്തലാഖിനെ അനുകൂലിക്കുന്ന ആളുകൾ ഉയർത്തുന്ന വാദങ്ങൾ എന്താണ്? ഈ കാര്യത്തിൽ കോടതി ഇടപെടൽ പാടില്ല എന്നതിന് അവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും അവർ മുന്നോട്ട് വെക്കുന്ന ഒരു വിഷയം, ഇപ്പോൾ അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ് സൂചിപ്പിച്ച പോലെ വ്യക്തി നിയമങ്ങൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 13-ാം അനുച്ഛേദത്തിൽ വ്യാഖ്യാനിക്കുന്ന നിയമം എന്ന പദത്തിൻ്റെ ആ ഒരു നിയമം എന്ന ഒരു ടെർമിനോളജിയുടെ ഡിഫിനിഷനകത്ത് വ്യക്തി നിയമങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയില്ലെന്നും ആർട്ടിക്കിൾ 13 അനുസരിച്ച് നിയമമായി വ്യാഖ്യാനിക്കപ്പെടാവുന്ന നിയമങ്ങൾ മാത്രമേ, വകുപ്പുകൾ മാത്രമേ ഭരണഘടനാപരമായ സാധുത കോടതിക്ക് ചോദ്യം ചെയ്യാൻ കഴിയൂ, കോടതിക്ക് പരിശോധിക്കാൻ കഴിയൂ. അത്തരത്തിൽ ആർട്ടിക്കിൾ 11-ന്റെ ഡെഫിനിഷനകത്ത് വരുന്ന നിയമങ്ങൾ മാത്രമാണ് ജുഡീഷ്യൽ റിവ്യൂവിന്, കോടതിയുടെ പരിഗണനയ്ക്ക് ബാധകമാക്കാൻ കഴിയുകയുള്ളൂ എന്നും വ്യക്തി നിയമങ്ങൾ ഭരണഘടനയുടെ 13-ന്റെ വ്യാഖ്യാനത്തിനകത്ത് വരില്ലെന്നുമാണ്, അതുകൊണ്ട് മുത്തലാഖിൽ തുടരുതെന്നും കോടതി പരിശോധിക്കുന്നതെന്നുമാണ് ഒരു വാദം. പക്ഷേ ഇന്ന് വളരെ വ്യക്തമായും വളരെ ലളിതമായും കോടതി ആ വാദത്തെ ഖണ്ഡിച്ചു. എങ്ങനെയെന്ന് വെച്ചാൽ കോടതി പറഞ്ഞത്, ഞങ്ങൾ ആ വിഷയത്തിലേക്ക് കടക്കുന്നേയില്ല. നേരത്തെ പറഞ്ഞു ബോംബെ ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട്, അത് വളരെ 957 മറ്റോ ആണ് ബോംബെ ഹൈക്കോടതിയുടെ വിധി വരുന്നത്. ഈ വ്യക്തി നിയമങ്ങൾ, മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ വ്യക്തി നിയമങ്ങൾ ആർട്ടിക്കിൾ 13-ന്റെ വ്യാഖ്യാനത്തിനകത്ത് ഡെഫിനിഷനകത്ത് വരില്ലെന്നും അത് കോടതി പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കഴിയില്ലെന്നുമൊക്കെ ആ വിധി ഇപ്പോഴും നിലനിൽക്കുകയാണ്. തുടർന്ന് അങ്ങോട്ട് പല വിഷയങ്ങളിലും പല സമയങ്ങളിലും പല സാഹചര്യങ്ങളിലും സുപ്രീം കോടതിയുടെ ഈ വിഷയം പരിഗണനയ്ക്ക് ഈ ചോദ്യം വന്നെങ്കിലും അതിന് കൃത്യമായ ഒരു ഉത്തരം ഇതുവരെ സുപ്രീം കോടതിയിൽ അത് സെറ്റിൽ ചെയ്തിട്ടില്ല ആ വിഷയം. ഏതായാലും ഇന്ന് സുപ്രീം കോടതി പറഞ്ഞത് ആ ഒരു വിഷയത്തിലേക്ക് പോവാതെ തന്നെ മുത്തലാഖ് ഞങ്ങൾക്ക് നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കാൻ കഴിയും. എങ്ങനെയെന്ന് വെച്ചാൽ 937 മുസ്ലിം പേഴ്സണൽ ലോ ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് 1937 ഈ ആക്ടിൻ്റെ സെക്ഷൻ 2 ആണ് മുസ്ലിങ്ങൾ പാർട്ടികളായി വരുന്ന 2 കക്ഷികളും മുസ്ലിങ്ങളായ പാർട്ടികളായി വരുന്ന കേസുകളിൽ, ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഏതൊക്കെയാണ് വിഷയങ്ങളെന്ന് ആ വകുപ്പ് തന്നെ പറയുന്നുണ്ട്. അതിൽ വിവാഹമോചനം, സ്വത്തവകാശം, വഖഫ് തുടങ്ങി മുസ്ലിങ്ങൾ പാർട്ടികളായി വരുന്ന ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ അവർ കേസ് തീരുമാനിക്കേണ്ടത് മുസ്ലിം വ്യക്തി നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ആ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തലാഖിലൂടെയുള്ള വിവാഹമോചനവും മുസ്ലിം വ്യക്തി നിയമം പറയുന്ന രീതിയിൽ മുസ്ലിം വ്യക്തി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം കോടതികൾ തീർപ്പ് കൽപ്പിക്കേണ്ടത് എന്നാണ് സെക്ഷൻ 2 പറയുന്നത്. ഇന്ന് സുപ്രീം കോടതി പറഞ്ഞത്
മുത്തലാഖ് എന്നത് അനിസ്ലാമികമാണെന്ന് ബഹുഭൂരിപക്ഷം വരുന്ന ഇസ്ലാമിക് സ്കോളേഴ്സ് പോലും പറയുന്നു. ഖുർആനിൽ വിവാഹമോചനത്തെക്കുറിച്ച് പറയുന്ന ഒരു ആയത്തിലും ഒരു സൂറത്തിലും ഒരു അധ്യായത്തിലും ഒരു സൂക്തത്തിലും മുത്തലാഖ് വഴി ഒരൊറ്റ സ്ട്രെച്ചിൽ ഒരു ഇരിപ്പിൽ 3 തലാഖും ചൊല്ലി വിവാഹമോചനം പ്രാബല്യത്തിൽ കൊണ്ടുവരാം, അത്തരത്തിലൊരു പ്രാക്ടീസിന് അംഗീകാരം കൊടുത്തുകൊണ്ട് ഖുർആനിൽ ഒരിടത്തും അത്തരത്തിൽ അംഗീകാരം കൊടുത്തിട്ടില്ല, ഹദീസിലില്ല, നബിയുടെ സുന്നത്തിലില്ല. ഇവർ പിന്നോടിങ്ങോട്ട് വന്ന ഏതോ ചില വ്യാഖ്യാനങ്ങളിലെയോ ഇജ്മ എന്ന് പറയുന്ന ഒരു സോഴ്സ്, ഇസ്ലാമിക് ലോയുടെ ട്രഡീഷണൽ സോഴ്സുകളിൽ മൂന്നാമത് വരുന്ന ഇജ്മ എന്ന് പറയുന്ന ഒരു റീസണിങ് ഒരു വിഭാഗമുണ്ട്. അതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ മുത്തലാഖ് എന്ന് പറയുന്ന പ്രാക്ടീസ് ഇതിനു വേണ്ടി വാദിക്കുന്ന ആളുകൾ വാദിക്കുന്നത്. പക്ഷേ കോടതി പറഞ്ഞത് ആ നിലക്ക് പരിശോധിച്ചാൽ ആദ്യത്തെ ഏറ്റവും വ്യവസ്ഥാപിതമായ ഇസ്ലാമിക് സോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നത് ഖുർആനും ഹദീസുമാണ്. അങ്ങനെ ഖുർആനും ഹദീസിലും ഇല്ലാത്ത ഒരു പ്രാക്ടീസിന് ഈ സെക്ഷൻ 2 അനുസരിച്ച് നിയമപ്രാബല്യം കിട്ടില്ലെന്ന് ഞങ്ങൾ വിധിച്ചു കഴിഞ്ഞാൽ അത് മുസ്ലിം വ്യക്തി നിയമത്തിന് പുറത്തേക്ക് പോകും, അത് ഇന്ത്യൻ നിയമ സംവിധാനത്തിലേക്ക് പുറത്തേക്ക് പോകും. വിവാഹമോചനം 3 തലാഖും ഒരു സ്ട്രെച്ചിൽ ചൊല്ലിയാൽ അത് വിവാഹമോചനമാണെന്ന് ചൊല്ലുന്നയാൾക്ക് വേണമെങ്കിൽ വിചാരിക്കാം, പക്ഷേ നിയമത്തിൻ്റെ കണ്ണിൽ അത് വിവാഹമോചനമാവില്ല. അങ്ങനെ വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീക്ക് അയാളുടെ ഭാര്യ എന്നുള്ള നിലക്ക് മുഴുവൻ പരിരക്ഷയും മുഴുവൻ അവകാശങ്ങളും നിലവിലുണ്ടാകുമെന്നും അവർ ഭാര്യാഭർത്താക്കന്മാരായി അവരുടെ വിവാഹബന്ധം അതുപോലെ തന്നെ തുടരുമെന്നും കോടതിക്ക് പറയാൻ കഴിയുമെന്നും, അങ്ങനെ പറയുന്ന പക്ഷം മുത്തലാഖ് ഈ നേരത്തെ സനീഷിന് ചോദിച്ചു ഇത് എങ്ങനെ കോടതി വിധി വന്നാൽ പോലും അയിത്തം പോലെയുള്ള വിഷയങ്ങൾ ഇപ്പോഴും നടപ്പിലാക്കപ്പെടുന്നത് പോലെ മുത്തലാഖ് കോടതി വിധിച്ചാൽ പോലും വീണ്ടും പ്രാക്ടീസിൽ പ്രാബല്യത്തിൽ പല ഭാഗങ്ങൾ ഉണ്ടാവുകയില്ലേ എന്ന് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം കോടതി പറയുന്നു മുത്തലാഖ് എന്ന് പറയുന്നത് ഇസ്ലാമിക നിയമപ്രകാരമുള്ള ഇസ്ലാമിക ശരീഅത്ത് വ്യക്തി നിയമപ്രകാരമുള്ള ഒരു വിവാഹമോചന സമ്പ്രദായമേ അല്ലെന്നും, അങ്ങനെ വിവാഹമോചനം ചൊല്ലിയാൽ നിയമത്തിന് മുമ്പിൽ അവർ വിവാഹമോചിതരാവില്ലെന്നും അവർ ഭാര്യാഭർത്താക്കന്മാരായി തന്നെ തുടരുമെന്നും ഒരു നിലപാട്, അങ്ങനെ ഒരു ഡിക്ലറേഷൻ സ്വാഭാവികമായിട്ടും അതിനെ ലംഘിക്കുന്നത് നിയമലംഘനമാകും. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ എം എൻ കാരശ്ശേരി, അങ്ങനെയെങ്കിൽ മതാധിഷ്ഠിതമല്ല, ഒരു തരത്തിലുള്ള മതാടിസ്ഥാനവും ഈ പറയുന്ന ഏർപ്പാടിനില്ല, പ്രവാചകന്റെ നിർദ്ദേശങ്ങളിലോ ഖുറാനിലോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സംഗതി മൊറോക്കോയിലോ അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ സൗദി അറേബ്യയിൽ തന്നെയുമോ ഇല്ലാത്ത ഒരു രീതി എങ്ങനെ നാട്ടിലുണ്ടായി? അത്രയും വലിയ അതിക്രമം ഇത്രയും കാലം മുന്നോട്ട് പോയി. ഒടുവിൽ കേന്ദ്ര സർക്കാരിന്, പ്രധാനമന്ത്രിക്ക് നിയമപരമായിട്ട് സ്ത്രീകൾക്ക് തന്നെയും ഇറങ്ങി കോടതിയിലേക്ക് പോകേണ്ടി വന്നു എന്നതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളല്ലേ? ആരായിരിക്കും ഇതിന് കുറ്റക്കാർ? ആ നിലക്ക് കൂടെ അതിനെ കാണേണ്ടതല്ലേ? അല്ല, ഇതിൽ സനീഷ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരിരുപ്പിന് 3 തലാഖ് ചൊല്ലിയാൽ അത് സാധുവാകും എന്നുള്ള ഒരു വിധി പ്രവാചകന്റെ കാലം കഴിഞ്ഞ ഉടനെ തന്നെ അറേബ്യയിൽ ഉണ്ടായതായിട്ട് ചരിത്രത്തിൽ വായിക്കാം. അതായത് ഒരിക്കലും ഒരാളെ ശിക്ഷിക്കാൻ വേണ്ടിയാണ് ഖലീഫ ഉമർ അത് സാധുവാണ് എന്ന് പറഞ്ഞത്. ഇന്ന് അവിടെ ഭരിക്കുന്ന സലഫി ഇസ്ലാമിന് അത് സാധുവല്ല. ആ സലഫി ഇസ്ലാം ഇന്ത്യയിൽ അത് സാധുവല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഭൂരിഭാഗം വരുന്ന സുന്നികൾ, ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് ധാരാളം സുന്നികളാണ്, അവരിത് സാധുവാണ് എന്ന് വിചാരിക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്തും മുഗളന്മാരുടെ കാലത്തും ഒക്കെ ഈ മുത്തലാഖ് ഇവിടെ സാധു ആയിരുന്നു. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ഇസ്ലാമിക ശരീഅത്തും ഇന്ത്യയിൽ നിലവിലുള്ള മുസ്ലിം വ്യക്തി നിയമം തമ്മിൽ അനവധി കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്, വൈരുദ്ധ്യമുണ്ട്. ഇസ്ലാമിക ശരീഅത്ത് സ്ത്രീക്ക് കൊടുത്ത അവകാശങ്ങളിൽ പലതും ഇന്ത്യൻ മുസ്ലിം വ്യക്തി നിയമം സ്ത്രീക്ക് കൊടുത്തിരുന്നില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ആക്ട് വരുന്നത് സ്ത്രീക്ക് പുരുഷനെ ഒഴിവാക്കാം എന്ന് നിയമപരമായി പറയാൻ കഴിയുന്നത് 39 മുതലാണ് ഇന്ത്യയിൽ. അതിനു മുൻപുണ്ടായിരുന്നത് മുസ്ലിം സ്ത്രീ ഭർത്താവിനെ ഉപേക്ഷിക്കണമെങ്കിൽ അവൾ മതം മാറുകയായിരുന്നു ചെയ്തിരുന്നത്. മതം മാറിയാൽ വിവാഹബന്ധം നിലനിൽക്കുകയില്ല എന്ന നിയമം ഇസ്ലാമിക രീതി പറഞ്ഞാൽ മുർത്തദ്ദായിട്ടാണ് അവൾ വിവാഹം റദ്ദാക്കിയിരുന്നത്. വീണ്ടും മുസ്ലിമായിട്ട് വേറെ കല്യാണം കഴിക്കുകയായിരുന്നു. ഈ ഒരു ദുരവസ്ഥയ്ക്കെതിരായിട്ട് രംഗത്ത് വന്ന ഒരാൾ അന്നത്തെ ലീഗിൻ്റെ നേതാവ് മുഹമ്മദ് അലി ജിന്നയാണ്. അനവധി മുസ്ലിം പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. അങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ സഹായത്തോടു കൂടി ഫസ്റ്റ് ആക്ട് നിലവിൽ വരുന്നത്. അതിൽ കൃത്യമായിട്ട് ജിന്ന അടക്കമുള്ള ആളുകൾ അത് കോടതിയുടെ അറിവും അനുവാദവും എടുത്തിട്ട് വേണം ചെയ്യാനെന്ന് വെച്ചു. അത് തലാഖിൻ്റെ കാര്യത്തിൽ നടപ്പാക്കിയാൽ പിന്നെ ഒരു പ്രശ്നമില്ല. കാരണം ഏകപക്ഷീയമായി സ്ത്രീയെ ഉപേക്ഷിക്കുന്ന പ്രശ്നം കോടതിയുടെ മുമ്പാകെ വന്നാൽ കഴിഞ്ഞു. ഇവിടെ മറ്റുള്ള ആളുകളൊക്കെ വിവാഹമോചനം ചെയ്യുന്നത് കോടതിയുടെ മുമ്പാകെയല്ലേ. ഇപ്പോൾ വിവാഹമോചനം എന്നൊരു ഏർപ്പാട് എന്ന് ക്രിസ്ത്യാനിയൊക്കെ ഉണ്ടായിരുന്നില്ല. അനന്തരാവകാശത്തിൻ്റെ കാര്യത്തിൽ ക്രിസ്ത്യൻ സ്ത്രീകൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു.
നിയമനിർമ്മാണം വഴിയും കോടതി വഴിയും വിധികൾ വഴിയൊക്കെ അതൊക്കെ മാറി. അതുപോലെ മുസ്ലിം സ്ത്രീകൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ദുരിതം ഇല്ലാതെയാവണമെങ്കിൽ കോടതിയുടെ അറിവോടും അനുവാദത്തോടും കൂടി മാത്രമേ വിവാഹമോചനം ചെയ്യാൻ പാടുള്ളൂ, തലാക്ക് പാടുള്ളൂ എന്ന് വന്നാൽ മതി. ഇതിനകത്ത് രാഷ്ട്രീയം ഒന്നും കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. ഇതൊരു പൗരാവകാശത്തിൻ്റെയും ലിംഗസമത്വത്തിൻ്റെയും പ്രശ്നമാണ്. മുസ്ലിം സ്ത്രീകളാണ് ഇപ്പോൾ കോടതിയുടെ മുമ്പാകെ ഉള്ളത്. തീർച്ചയായും അത് മാത്രമാണ് അതിനകത്തെ പ്രശ്നം. ഞാൻ തിരിച്ചു വരാം ശ്രീ എം എൻ കാരശ്ശേരി. ഒപ്പം മറ്റതിലേക്കും വളരെ പെട്ടെന്ന് വരാം. ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീമതി റുക്സാന, ഫസ്ക് എന്ന പോലെ തലാക്കും കോടതി വഴിയാക്കുക, നിയമ സംവിധാനങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടാക്കുക എന്നതാണോ നമ്മൾ എത്തിച്ചേരേണ്ടുന്ന ശരിയായ നിലപാട് ആത്യന്തികമായിട്ട്? അങ്ങനെ വരുമ്പോൾ പക്ഷേ അതിനെതിരായിട്ട് ഉയരുന്ന ശബ്ദങ്ങൾ, ഈ ചർച്ചയിൽ അത് കേൾക്കാനില്ലെങ്കിൽ തന്നെയും വലിയൊരു വിഭാഗം ആളുകൾ ഇതിനെ കോടതിയിൽ എതിർക്കുന്നുണ്ട്. ആ തരത്തിലുള്ള ശബ്ദങ്ങൾക്ക് കൂടുതൽ അതിനെ എതിർക്കാനുള്ള ശക്തി ഉണ്ടാവുകയല്ലേ ചെയ്യുക? ഈ പറയുന്ന തലാഖ് നിയമ സംവിധാനങ്ങൾക്കകത്തുകൂടെ കോടതിയുടെ സമ്മതവും അറിവോടെയും മാത്രമേ പാടുള്ളൂ എന്ന് പുരുഷന്മാർക്ക് കൂടെ ശഠിക്കപ്പെട്ടാൽ? ഇല്ല, ഞാൻ അതിനോട് ഒരിക്കലും യോജിക്കുന്നില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നിങ്ങൾ നേരത്തെ പറയുകയുണ്ടായി, ഇത്തരം നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന തലത്തിൽ കോടതി വിധിക്കുകയും അങ്ങനെ മുത്തലാഖ് നിയമവിരുദ്ധമാണെന്ന് കോടതി പരാമർശിക്കുകയും ചെയ്താൽ, വിധി പ്രഖ്യാപിക്കുകയും ചെയ്താൽ മാത്രം തീരുന്ന പ്രശ്നമാണോ ഈ മുത്തലാഖ്? അത് പ്രാക്ടിക്കലായി എത്രത്തോളം നടപ്പിലാകുന്ന ഒന്നാണ് എന്ന് താങ്കൾ ചോദിക്കുകയുണ്ടായി. അപ്പോൾ സാരമില്ലാതെ അങ്ങനെ നടപ്പിലാകും. പക്ഷേ എനിക്ക് നേരെ എതിരഭിപ്രായമാണുള്ളത്. 1% വരെ അല്ലെങ്കിൽ ഒരു പകുതി അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും അത് സാധ്യമാകുമെങ്കിലും പലപ്പോഴും പ്രാക്ടിക്കലായി അത് വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന ഒന്നായിരിക്കും. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷൻ അവൻ്റെ അറിവനുസരിച്ച് അല്ലെങ്കിൽ അവൻ വിശ്വസിക്കുന്ന വിശ്വാസമനുസരിച്ചോളം ഞാൻ 3 തലാഖ് ഒറ്റയിരുപ്പിന് ചൊല്ലിയാൽ എൻ്റെ ഭാര്യയുടെയുമായിട്ടുള്ള എൻ്റെ ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു, പിന്നീട് അവളുമായിട്ട് യാതൊരു ശാരീരിക ബന്ധത്തിലും ഏർപ്പെടുവാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല, അത് പാപമാണെന്ന് ഒരു മനുഷ്യൻ വിശ്വസിക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ തുടരാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം അത് പിന്നെ പ്രാക്ടിക്കലല്ല. കാരണം ആ വിവാഹ ബന്ധം വേർപെട്ടു എന്ന് അവർ ഇരു കൂട്ടരും വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ സമുദായ സംഘടനകൾക്ക് വലിയ ഒരളവോളം പങ്കുവഹിക്കുവാനുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത് മൗലികാവകാശ ലംഘനം അല്ലെങ്കിൽ പൗരാവകാശ ലംഘനം എന്ന ഭരണഘടനാ വാക്യങ്ങൾ വെച്ച് മാത്രം വിലയിരുത്തേണ്ടുന്ന ഒന്നല്ല. അപ്പോൾ സ്വാഭാവികമായും ബഹുഭാര്യത്വം എന്നതിന് അനന്തരാവകാശം എന്നതിനെയും ഒക്കെയും പ്രശ്നമുള്ളത് സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, സ്ത്രീകൾക്കെതിരായിട്ടുള്ള വിവേചനമായിട്ടുള്ള സംഗതിയാണിത്. മുത്തലാഖ് എതിർക്കപ്പെടേണ്ടത്. ഒറ്റയിരുപ്പിന് 3 തലാഖും ചൊല്ലി ഞാൻ നിന്റെ ബന്ധം വേർപെടുത്തിയിരിക്കുന്നു എന്നൊരാൾ പറയുന്നത്, ഒരാൾ പറയുന്നത് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടാണ്, കുഴപ്പമാണ് എന്ന് പറയുമ്പോൾ തന്നെയും അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഒരാൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ ബന്ധം സാധ്യമല്ലല്ലോ എന്ന് പറയുന്നത് വലിയ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളല്ലേ? ഇത്തരത്തിലൊരു ഉറച്ച നിലപാട് കോടതി വഴിയെങ്കിലും ഉണ്ടാക്കുക എന്നതാണല്ലോ ഇപ്പോൾ നടക്കുന്ന ഈ ലീഗൽ പ്രോസസ്സിൻ്റെ താല്പര്യവും അതിൻ്റെ ആവശ്യകതയും. അതുകൊണ്ട് ഒരാൾ അങ്ങനെ വിശ്വസിക്കുന്നു എന്നതുകൊണ്ട് നിയമത്തിൻ്റെ പരിധിക്കകത്തേക്ക് വരേണ്ടതില്ല. ഈ അനീതി, അതിക്രമം ഇങ്ങനെ തന്നെ തുടരട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്നത് തുല്യമാവുകയില്ലേ അത്? ഇല്ല. അത് ഭരണഘടനാപരമായ അല്ലെങ്കിൽ കോടതി അത്തരത്തിൽ തന്നെ മുത്തലാഖ് നിയമവിരുദ്ധമാണ് എന്ന് വിധിക്കുകയും അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് അത് പൂർണ്ണമായ അർത്ഥത്തിൽ ഇതിനൊരു പരിഹാരമാവില്ല എന്നതാണ്. മറിച്ച് മുസ്ലിം സമുദായ സംഘടനകൾക്കും മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിനുമാണ് ഇതിൽ അല്പം കൂടി ചെയ്യുവാനുള്ളത്. അത് മുത്തലാഖിൻ്റെ വിഷയത്തിൽ അത് സർക്കാർ തന്നെ ആവശ്യപ്പെടേണ്ടതുണ്ട്. സമുദായ സംഘടനകൾ കൂടിയിരിക്കുകയും മുത്തലാഖിൻ്റെ വിഷയത്തിൽ ഒരു സമവായത്തിൽ എത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ സർക്കാർ ആവശ്യപ്പെടുന്നത്. എത്രത്തോളം സാധ്യമാണ് ശ്രീമതി റുക്സാന? എന്തുകൊണ്ടെന്നാൽ പുരുഷന്മാരാണ് ഈ മതനേതൃത്വത്തിന്റെ മുകളിലിരിക്കുന്നത്. മതനേതൃത്വത്തിലിരിക്കുന്ന പുരുഷന്മാരാണ്. അവരിൽ തന്നെയും പല ആളുകളും പേഴ്സണൽ ലോ ബോർഡിൽ അംഗമായിരിക്കുന്ന സംഘടനകളുടെ മുതിർന്ന ആളുകൾ അടക്കമുള്ള ആളുകൾ ഈ മുത്തലാഖ് നിരോധത്തെ എതിർക്കുന്ന ആളുകളുണ്ട്. ആ ആളുകൾ വ്യക്തിപരമായി തന്നെയും ആ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്, ഞങ്ങളുടെ വിശ്വാസത്തിന്മേലുള്ള കടന്നുകയറ്റമാകുമെന്ന് വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്ന ആളുകൾ തന്നെയുമുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ബോധവൽക്കരണ ശ്രമങ്ങൾ അല്ലെങ്കിൽ ഈ സംഘടനകൾ സ്വയം മനസ്സിലാക്കി തിരുത്തട്ടെ എന്നൊക്കെ പറയുന്നത് സാധ്യമാകുമോ? അതിന് പകരം കൃത്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഇടപെടലുകൾ ഈ ഘട്ടത്തിലെങ്കിലും ഉണ്ടാവുക എന്ന് തന്നെയല്ലേ കരണീയമാകേണ്ടത്?
തീർച്ചയായും ഈ വിധിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഈ വിധി സ്വാഗതാർഹമാണ്. വിധി മൂലം അത് നിർത്തലാക്കുകയും മുത്തലാഖ് നിരോധിക്കുകയും ആവശ്യമാണ്. മറിച്ച് അതേ സമയത്ത് മുത്തലാഖ് ചൊല്ലുന്നത് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് അധികം ആളുകളും, എല്ലാവരും. പക്ഷേ അതിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്, ഇങ്ങനെ ഒറ്റയിരിപ്പിൽ ത്വലാഖ് ചൊല്ലിയാൽ സാധുവാകുമോ അതോ അസാധുവാണോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് തർക്കമുള്ളത്. ഇതിനു വേണ്ടി കൂടിയിരിക്കുകയും കൃത്യമായ ഒരു നിലപാടിൽ എത്തിച്ചേരുകയും ചെയ്യുക എന്നതാണ് വേണ്ടത്. എനിക്ക് തോന്നുന്നു ഈ ഇരുത്തത്തിന് തന്നെ പ്രശ്നമാവുന്നത് പലപ്പോഴും മൗലികാവകാശം, ലിംഗസമത്വം, ലിംഗവിവേചനം എന്ന പേരിൽ, പൗരാവകാശ ലംഘനം എന്ന പേരിൽ ഇതിനെ വായിക്കുകയും സ്വാഭാവികമായും അത് വ്യക്തി നിയമത്തിലുള്ള കൈകടത്തലായി തോന്നുകയും അതുവഴി ഒരു ഏക സിവിൽ കോഡ്, ഏകശിലാത്മക രൂപത്തിലുള്ള ഒരു നിയമം എന്ന അർത്ഥത്തിലേക്ക് ഇതിനെ വായിക്കപ്പെടുകയും ചെയ്യുന്ന രാഷ്ട്രീയ അജണ്ട പ്രശ്നത്തിലേക്കാണ് ശ്രീ KV S ഹരിദാസ്, ശ്രീമതി റുക്സാന എത്തിച്ചേർന്നിരിക്കുന്നത്. അതാണ് പ്രശ്നം. അതായത് വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതിയാണ്. മുത്തലാഖ് ഞാൻ 3 തവണ ഒറ്റയിരിപ്പിൽ ഇരുന്നാൽ തന്നെയും ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള ബന്ധമില്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിന്മേലുള്ള കടന്നുകയറ്റമാകും നിയമപരമായിട്ടുള്ള ഏതിടപെടലുകളും. അതിനെ അംഗീകരിച്ചു കൊടുക്കുക എന്നത് തൻ്റെ മതവിശ്വാസത്തെ തള്ളിക്കളയുന്നതിന് തുല്യമാണ് എന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും രാജ്യത്ത്. അവിടെയാണ് ബലപൂർവമായിട്ടുള്ള അല്ലെങ്കിൽ ബലം പ്രയോഗിച്ചിട്ടുള്ള ഞങ്ങൾക്കൊറ്റ നിയമം, ആ ഒരു നിയമം നിങ്ങളുടെ വ്യത്യസ്തതകളെ ഒന്നും തന്നെ കാണുന്നില്ല, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിമിതികളെയും പ്രശ്നങ്ങളെയും അതിൻ്റെ അപാരതകളെയും മനസ്സിലാക്കുന്നുമില്ല എന്ന നിലക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ ഈ പ്രശ്നം വരും. അടിച്ചേൽപ്പിക്കുക എന്നത് തെറ്റായ അർത്ഥത്തിലെടുക്കരുത്. പക്ഷേ അതായിട്ടാണ് അവരതിനെ മനസ്സിലാക്കുകയെങ്കിൽ അവിടെ ചെന്ന് തടയുകയില്ലേ ഈ പ്രശ്നം. ശ്രീ KV S ഹരിദാസ്, അത് രാഷ്ട്രീയ പ്രശ്നമായി മാറും, വലിയ സങ്കീർണതകളിലേക്ക് വീണ്ടും പോകും. സനീഷേ, റുക്സാന പറഞ്ഞത് വളരെ വളരെ ഭംഗിയായിട്ട് അത് ആ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു. പക്ഷേ എൻ്റെ ഒരു വിലയിരുത്തൽ, ഈ വിഷയത്തിൽ സുപ്രീം കോടതിക്ക് ഒരു നിലപാടെടുക്കേണ്ടി വരും. കാരണം കുറേ വർഷങ്ങളായിട്ട് ഇത്തരം ഒരു പ്രശ്നത്തിൽ കൈവയ്ക്കാനായിട്ട് കോടതികൾ മടിക്കുകയായിരുന്നു. അതായിരുന്നു വസ്തുത. ഷാബാനോ കേസിലാണ് ഇതിനു മുമ്പ് ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു ഉത്തരവ് വന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു 5 അംഗ ബെഞ്ച് ഈ കേസ് സുപ്രീം കോടതിയുടെ ഒരു വലിയ ബെഞ്ച് തന്നെ ഈ കേസ് പരിഗണിക്കാൻ വരുന്നത്. തീർച്ചയായിട്ടും അവർക്ക് അവരുടെ മുമ്പിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം മതത്തിൻ്റെ കടന്നുകയറ്റത്തെക്കുറിച്ചും മതവിശ്വാസത്തെക്കുറിച്ചുമുള്ള ചിന്തകൾ ജഡ്ജിമാരെ ബാധിക്കുന്നുണ്ടാവും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അവിടെ ഈ ലിംഗസമത്വം, അതുപോലെ തന്നെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ആയിരക്കണക്കിന് വിദ്യാസമ്പന്നരായ മുസ്ലിം പെൺകുട്ടികൾ, അവരുടെ വികാരം ഒരു കോടതിക്ക് കണക്കിലെടുക്കാതിരിക്കാൻ പറ്റുമോ? ഇവിടെ ആർക്കെങ്കിലും ഒരു ഉൾവിളി ഉണ്ടായിട്ട് ഒരു SMS-ലൂടെ തൻ്റെ ഭാര്യയെ ഡൈവോഴ്സ് ചെയ്യാമെന്നൊരു സ്ഥിതി ഉണ്ടാക്കാൻ പറ്റുമോ? ഇവിടെ പാകിസ്ഥാനിൽ പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ ഇതുപോലുള്ള മുസ്ലിം രാജ്യങ്ങൾ, തുർക്കി പോലുള്ള രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത ഒരു സംവിധാനം ഇന്ത്യയിൽ വേണമെന്നുള്ള അവകാശവാദം, അത് നിയമപരമായിട്ട് നിലനിൽക്കില്ല എന്ന് വ്യക്തമാക്കാനുള്ള ചുമതലയും ഉത്തരവാദിത്വവും ഈ കോടതിക്കുണ്ട്. മറ്റൊന്ന് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചുള്ള പരാമർശമാണ്. ഏകീകൃത സിവിൽ കോഡ് വേണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്ന പ്രസ്ഥാനങ്ങൾ കൂടിയുണ്ട്. പക്ഷെ അവിടെയും നമ്മൾ കാണേണ്ട ഒരു പ്രത്യേകത, അത് അടിച്ചേൽപ്പിക്കണമെന്ന് ആരും പറയുന്നില്ല. ഇപ്പോൾ സുപ്രീം കോടതി തന്നെ എന്തുകൊണ്ട് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നില്ല എന്ന് കേന്ദ്ര സർക്കാരിനോട് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഈ ഗവൺമെൻറ് ആ പ്രശ്നം പരിശോധിക്കാൻ കേന്ദ്ര നിയമ കമ്മീഷനോട് ആവശ്യപ്പെട്ടത്. അപ്പോഴും കേന്ദ്ര നിയമ കമ്മീഷൻ എന്താ പറഞ്ഞത്? ഈ കാര്യത്തിൽ എല്ലാവരുടെയും അഭിപ്രായം ആരായണം, എല്ലാവരെയും വിശ്വാസത്തിലെടുക്കണം. ആ കാര്യത്തിൽ ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരുന്ന സമയത്ത് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് എല്ലാ മതവിശ്വാസത്തെയും കൂടി കണക്കിലെടുത്തിട്ടേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെക്കുറിച്ച് തർക്കമില്ല. കാരണം അല്ലാതെ അതിനൊരു ശ്രമം നടത്തിയാൽ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് അത് എളുപ്പമായിരിക്കില്ല. അത് കേന്ദ്രം ഭരിക്കുന്ന ഒരു കക്ഷിക്ക് അറിയാത്തതാണോ? പക്ഷെ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കേണ്ടി വരും. അത് അവരുടെ അവകാശവാദമാണ്, അല്ലെങ്കിൽ അവരുടെ നിലപാടിൻ്റെ ഭാഗമാണിത്. പക്ഷെ അത് നടപ്പിലാക്കുന്നത്
തീർച്ചയായിട്ടും എല്ലാ വിഭാഗം ജനങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെ പറ്റുള്ളൂ. തീർച്ചയായും ആ നമ്മുടെ വിശ്വാസത്തിന്റെ ചുമതലയാണ് പ്രശ്നമാണ് ശ്രീ ഇപ്പൊ കേന്ദ്ര ശ്രീ എം എൻ സർക്കാർ കാരശ്ശേരി കേന്ദ്ര വിശ്വാസത്തിന്റെ നിയമ പ്രശ്നമാണ്. കമ്മീഷനെ നമ്മൾ ഈ ഏൽപ്പിച്ചിട്ടുള്ളത്. പറയുമ്പോൾ ഈ ചർച്ചക്കകത്ത് വരുന്ന ആളുകളെല്ലാം തന്നെയും മുത്തലാഖ് ശരിയായ കാര്യമല്ല എന്ന് പറയുന്ന ആളുകൾ മാത്രമേ അവിടെയുള്ളൂ. മുത്തലാഖ് എതിർക്കപ്പെടേണ്ടത്, അതിനെതിരായിട്ടുള്ളൊരു വിധി വന്നാൽ അനുകൂലിക്കാവുന്ന നിലയുള്ള ആളുകളാണ്. പക്ഷേ അങ്ങനെ അല്ലാത്ത വലിയ വിഭാഗം ആളുകളുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അവർക്ക് മുന്നിൽ എന്ന് വെച്ചാൽ അവരതിനെ ഒരു പർപ്പസ്ഫുള്ളി എതിർക്കുക മാത്രമല്ല, അവരതിനെ വിശ്വാസത്താലാണ്. ഈ ഞങ്ങളുടെ മതം ഞങ്ങൾക്ക് മേൽ അനുശാസിക്കുന്ന കാര്യമാണ് വിവാഹമോചനം 3 തലാഖ് നടത്തി വേണം എന്ന് വിചാരിക്കുന്ന ആളുകൾ, വിശ്വസിക്കുന്ന ആളുകളുള്ള നാട്ടിൽ ഇങ്ങനെയൊരു വിധി വരുന്നത് ഞങ്ങളുടെ വ്യക്തി നിയമങ്ങളിലെ മേലും അവകാശങ്ങളിന്മേലും, മത വിശ്വാസി എന്ന നിലയിലുള്ള അവകാശങ്ങളിന്മേലും വിശ്വാസത്തിന്മേലുമുള്ള കടന്നുകയറ്റമാണ് എന്ന് വിചാരിക്കുന്ന ആളുകളെ ഏത് നിലക്കാണ് അഭിസംബോധന ചെയ്യാനാവുക? അതെല്ലാം അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനാവുകയില്ല എന്ന നിലപാടിലേക്കാണോ കോടതി എത്തേണ്ടത്? സ്വാഭാവികമായിട്ടും രാജ്യത്തെ മുസ്ലിം ജനസമുദായം രാജ്യത്തിൻ്റെ നിയമങ്ങളെ അനുശാസിച്ചിട്ടും അനുകൂലിച്ചിട്ടും തന്നെയാണ് മുന്നോട്ട് പോകുന്ന സമുദായം തന്നെയാണ്. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ചെന്ന് അവസാനിക്കും എന്ന് തന്നെയാണോ കണക്കാക്കേണ്ടി വരിക? സനീഷ്, ഈ മതാചാരവും പൗരാവകാശവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്നുണ്ട്. ഇപ്പോൾ ഹിന്ദു പാരമ്പര്യത്തിലും മുസ്ലിം പാരമ്പര്യത്തിലും ക്രിസ്ത്യൻ പാരമ്പര്യത്തിലും ഒക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, അന്തർജനങ്ങൾക്ക് അക്ഷരവിദ്യ നിഷിദ്ധമായിരുന്നു. 1930 മുസ്ലിം പൗരോഹിത്യം പെൺകുട്ടികളെ വിദ്യ അഭ്യസിപ്പിക്കേണ്ടതില്ല, അത് അനഭിലഷണീയമാണ് എന്ന് പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് കേരളത്തിൽ. ഖുർആൻ്റെ പേരിലാണ് മലാല യൂസഫ് സായിക്ക് വെടികൊള്ളുന്നത്. എന്തിന്? സ്ത്രീകൾ വിദ്യ അഭ്യസിക്കണമെന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. അപ്പോൾ സ്ത്രീവിരുദ്ധമായും മനുഷ്യത്വ വിരുദ്ധമായും ഒക്കെ മതം വ്യാഖ്യാനിക്കുന്ന എത്രയെങ്കിലും അവസരങ്ങളുണ്ട്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഖുർആനിൽ പറഞ്ഞ വിവാഹമുക്തയുടെ ജീവനാംശം എന്നുള്ളത് ഇന്ത്യയിൽ മുസ്ലിം സ്ത്രീകൾക്ക് കിട്ടിയത് ഷാബാനു കേസിൻ്റെ വിധിയിലൂടെയാണ്. സുപ്രീം കോടതി ഖുർആൻ ഓതിയപ്പോഴാണ് മത്താഴ് എന്നൊരു വാക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കേട്ടത്. പുരോഹിതന്മാർ ഒളിച്ചു വെച്ച ഒന്നായിരുന്നു അത്. 85 മുമ്പ് നിക്കാഹ്, തലാഖ്, മഹർ തുടങ്ങിയ വാക്കുകൾ കേട്ട ആളുകൾ മത്താഴ് എന്ന വാക്ക് കേട്ടിരുന്നില്ല. ഇതുപോലെ നമ്മളെപ്പോഴും ഓർമ്മിക്കേണ്ടതാണ് സന്താന നിയന്ത്രണം, വിവാഹപ്രായത്തിൻ്റെ പരിധി നിർണയം തുടങ്ങിയുള്ള കാര്യങ്ങളിലൊക്കെ പുരോഹിതന്മാരെതിരായിരുന്നു. ക്രിസ്ത്യൻ സ്ത്രീകളുടെ അനന്തരാവകാശത്തിന് അവരെതിരായിരുന്നു. 25 കൊല്ലാണ് മേരി റോയ് കേസ് നടത്തിയത്. ഇതുപോലെ ക്രിസ്ത്യൻ ദമ്പതികൾക്ക് വിവാഹമോചനം അനുവദിച്ച് കിട്ടി എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ്? അപ്പം നിയമനിർമ്മാണം വേണം, ബോധവൽക്കരണവും വേണം. ഇപ്പോൾ ഫസ്ക് അനുവദിച്ച് കിട്ടാൻ വേണ്ടി കോടതിയിൽ പോയിട്ട് മുസ്ലിം സ്ത്രീകളുടെ ആരുടെയും മതവിശ്വാസത്തിന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലല്ലോ. അവരൊന്നും മുസ്ലിങ്ങൾ അല്ലാതായിട്ടില്ല, അവർക്കൊരു കുഴപ്പവും പറ്റിയിട്ടില്ല. അതേമാതിരി തന്നെ തലാക്ക് കിട്ടാൻ കോടതിയിൽ പോയാൽ മുസ്ലിം പുരുഷൻ്റെ മതമൊന്നും എവിടെയായി പോവില്ല. 18 വയസ്സ് കഴിഞ്ഞാലേ കുട്ടിയെ കെട്ടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മതവും പോയിട്ടില്ലല്ലോ. അതുപോലെ സന്താന നിയന്ത്രണം ഏർപ്പാടാക്കിയാൽ ഒരു മതവും പോകില്ല എന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഇത് എപ്പോഴും ഈ മതപൗരോഹിത്യം ഒന്നാമത് സ്ത്രീവിരുദ്ധമായ വ്യാഖ്യാനം അവരുടെ കയ്യിലുള്ളത്. അവർ സ്ത്രീകളെ അത് പഠിപ്പിക്കും, എന്നിട്ട് സ്ത്രീകളെ കൊണ്ട് അത് പറയിക്കുക. ഇതാണ് ഏറ്റവും വലിയ കഷ്ടമുള്ള സ്ഥിതി. അതായത് ശബരിമലയിൽ സ്ത്രീകൾ കയറണോ വേണ്ടേന്ന് ആലോചിക്കുമ്പോൾ പൗരോഹിത്യം സ്ത്രീകളെ ഇറക്കിയിട്ടാണ് പറയുക ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. എപ്പോഴും അങ്ങനെയാണ്. സതി അനുഷ്ഠിക്കാൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞ് രജപുത്ത് സ്ത്രീകൾ ഡൽഹിയിൽ 1986 പ്രകടനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകൾ പറയുന്നു എന്നുള്ളതാണോ എന്നൊന്നും അല്ല പ്രശ്നം. നമുക്ക് നിയമത്തിൻ്റെയും നീതിയുടെയും കണ്ണിൽ ലിംഗസമത്വമാണോ നീതിയാണോ എന്ന് നോക്കുകയാണ് വേണ്ടത്. ഒരാളുടെ ഭാര്യ അയാളുടെ മക്കളുടെ അമ്മ എങ്ങനെയാണ് അയാളിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നതിൽ നീതിക്ക് ചിലത് പറയാനുണ്ട്. ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു, ഫസ്റ്റ് ആക്ടിന് ഒരു കുഴപ്പമുണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. കാരണം അത് സ്ത്രീകളാണ് കോടതി പോകുന്നത്, ആണുങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ആണുങ്ങൾ കോടതി പോകണം എന്ന് പറയുമ്പോഴാണ് മതം വരുന്നത്. അപ്പൊ മറ്റേ മതം എവിടെ പോയി? അപ്പൊ ഇത് പുരുഷന്മാർക്ക് വേണ്ടി കൊണ്ട് നടക്കുന്ന മതപൗരോഹിത്യത്തിന്റെ വിധികളും നിലപാടുകളാണ്. ഇപ്പൊ സംഘപരിവാറിന്റെ ആളുകളാ പറയുന്നത് ഹിന്ദു സ്ത്രീകൾ 10 പ്രസവിക്കണം. ആലോചിച്ച് നോക്കൂ, സന്താന നിയന്ത്രണത്തിനെതിരായിട്ട് അന്ന് സംസാരിക്കാത്ത കൂട്ടർ ഇപ്പൊ സംസാരിക്കുകയാണ്. ഇതാണ് എപ്പോഴും മതപൗരോഹിത്യം ചെയ്യുക. മതത്തെ അധികാര സ്ഥാപനത്തിന് വേണ്ടിയോ അധികാരം നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് ഈ മാതിരി കാര്യങ്ങൾ വരിക. വളരെ വളരെ നന്ദി ശ്രീ എം എൻ കാരശ്ശേരി, ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ഞാൻ ഇവിടുന്ന് സമയക്കുറവ് കൊണ്ടാണ്. ഏത് നിലക്കുള്ള നിലപാടിലേക്കാണ് സുപ്രീം കോടതി എത്തുക ഇത് സംബന്ധിച്ച് എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. തിങ്കളാഴ്ച കേന്ദ്ര സർക്കാർ
അതിൻ്റെ നിലപാടുകൾ മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്യുക. മുത്തലാഖിന് എതിരായിട്ടുള്ള നിലപാടുകൾക്ക് ആധിപത്യം കിട്ടുന്ന തരത്തിലുള്ള വാർത്തകളാണ് കോടതി മുറിക്കകത്തുനിന്നും വരുന്നത്. ഇക്കാര്യത്തിൽ വളരെ നിർണായകമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വിധി സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ നന്ദി ശ്രീ എം എൻ കാരശ്ശേരി, ശ്രീ KVS ഹരിദാസ്, അഡ്വക്കേറ്റ് സുൾഫിക്കർ അലി, ശ്രീമതി റുക്സാന, അഡ്വക്കേറ്റ് കാളീശ്വരം രാജി ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയതിന്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.